കാതോരം കിന്നാരം കണ്ണോരം ചിങ്കാരം ഈ കാറ്റിലാടും ഈറമുളവേ ഈ നെഞ്ചിലെ സാവേരികൾ പെയ്തു തോരും ഇന്ദ്രനീലരാവായി. താങ്ക് യു. കണ്ണോരം ചിങ്കാരം. സർഗ, എന്തോ ബ്യൂട്ടിഫുൾ വോയിസ്, അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ചോദിക്കാം നമുക്ക് ജഡ്ജസിനോട്. ചോദിക്കാം. ഷാനിക, സർഗ എന്തോ സാർ? അടിച്ച് പൊളിച്ച് പാടി മോളെ. താങ്ക് യു സാർ. സർഗ ഭയങ്കര ഡിസിപ്ലിൻഡ് സിംഗറാ കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു സാർ. ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാണ്. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് കണ്ണൂരൻ അത് ഇത്രയും നീളം ഇല്ല കേട്ടോ. ഒരുപാട് അങ്ങ് മറ്റേ ഈ ചൂണ്ടയൊക്കെ ഇടുന്ന പോലെ അങ്ങേ അറ്റം വരെ പോയി മോള്. ഓരോരുത്തര് എത്തിക്കാൻ പാടുപെടാ അവള്. അതെ, ഓരോരുത്തര് എങ്ങനെയെങ്കിലും ഒന്ന് മാക്കറിഞ്ഞ് വീട്ടിൽ പോയാൽ മതി. ഇവക്കാണെങ്കിൽ ഇല്ല, ഞാനത് നീട്ടും. പക്ഷെ അത് മാത്രം എനിക്കൊന്ന് എന്റെ നോട്ടും ഹിറ്റ് ചെയ്തോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അതർവൈസ് മോളെ സൂപ്പർ. താങ്ക് യു സാർ. ശ്രേയാജി പാടിയ പോലെ തന്നെ അതായത് പാടിയ പോലെ തന്നെ മിമിക് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ആ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻസ്, ആ വാക്കുകൾ കൊടുക്കുന്ന ഡൈനാമിക്സ് ഒക്കെ മോളെ അസലായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഒന്നുമില്ല, എനിക്ക് ആ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പാളിയെന്ന്. ആ ഒരു ആ പാലം ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ പാലമാണോ അവള് കെട്ടണം, ഇത്ര ചെറിയ പാലമായിരുന്നല്ലോ ഞാനിങ്ങനെ ആലോചിച്ചു. അതർവൈസ് എവറിത്തിങ് സോ ഗുഡ് മോളെ, സോ ഗുഡ്. താങ്ക് യു സാർ. ഇതുപോലെ തന്നെ എല്ലാവരോടും പറഞ്ഞ പോലെ ഫോക്കസ് നഷ്ടപ്പെടാതെ കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഹരിചേട്ടാ, എക്സലന്റ് പെർഫോമൻസ്. താങ്ക് യു സാർ. ഒരു പ്രൊഫഷണൽ സിംഗറാണ്. യു ആർ എ പ്രൊഫഷണൽ സിംഗർ. അതിൻ്റെ ഒരു ക്വാളിറ്റി ഇൻ ഈവൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സർഗയ്ക്കുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഈസ് ദെയർ ഇൻ യുവർ സിംഗിങ്. ഗ്രാഫ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പോകുന്നുണ്ട്. സോ ഫോക്കസ് വിടാതെ ഇങ്ങനെ പോട്ടെ. ഞാനൊന്നും എഴുതിയിട്ടില്ല, ആ ഗ്ലൈഡ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത്രയും സമയം അതിന് കൊടുക്കണ്ടായിരുന്നു. ബാക്കി എക്സ്പ്രഷൻസ്, പിച്ചിങ്, എവറിത്തിങ് വാസ് ഗുഡ്. കോറസ് നൈസ്, നന്നായിട്ട് വെരി ഗുഡ് കേട്ടോ. നന്നായിട്ട് പാടി. ആ കോറസിന്റെ കാര്യം പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യം നമ്മളിവിടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പറയ് ഷാനിക? ഈ ഒറിജിനല്, ഈ പാട്ടിന്റെ ഒറിജിനല് ബദ്രി ഇപ്പൊ പാടിയ സ്വരങ്ങളുണ്ടല്ലോ, അതിന്റെ കോറസിൽ ഞാനും ഉണ്ട്. അപ്പൊ ഹരിച്ചേട്ടൻ ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ടാവും ചെറുതായിട്ട്. നമ്മളെ നന്നായിട്ട് പാടി, താങ്ക് യു സാർ. എല്ലാം നല്ലതായിരുന്നു. ഇതില് ശ്രേയാജി അത്ര എക്സൽ ചെയ്ത് പാടിയൊരു പാട്ടാ. ഒരു പാട്ടിനെ, കാരണം ഇപ്പം ജീവാംശമായി തന്നെ പറയാം, ആ പാട്ട് ആദ്യം വേറൊരു സിംഗറാണ് പാടിയത്. നന്നായിട്ട് തന്നെ പാടി ആ സിംഗറും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു മ്യൂസിക് ഡയറക്ടർ കൈലാസേട്ടന്. ലൈക്ക് ശ്രേയാജിയെ കൊണ്ട് പാടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പാടാം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പേടിയായി. എനിക്കൊരു പ്രതീക്ഷയുള്ളൊരു പാട്ടായിരുന്നു. അപ്പം പറഞ്ഞില്ല ഹരിയെ ടേക്ക് എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശ്രേയാജിയുടെ ടേക്ക് കഴിഞ്ഞിട്ട് കൈലാസേട്ടൻ പറഞ്ഞു, ഹരി വീണ്ടും പാടുമൊന്നും വേണ്ട, ഓക്കെയാണ്, പക്ഷെ ഇതൊന്ന് കേട്ടു നോക്കുന്നു പറഞ്ഞു. ആ സിംഗിങ്ങിന്റെ ഡിഫറൻസ്, ആ ഫസ്റ്റ് സിംഗർ നന്നായിട്ട് പാടി, പക്ഷെ ഇവർ പാടിയപ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ശ്രേയാജി, അതാണ് അവരെ നമ്മൾ ലെജൻഡ് എന്ന് വേറൊരു പേരും ഇല്ല, ലെജൻഡറി സിംഗർ. നമ്മുടെ എന്താ പറയാ, ഒരു മോഡേൺ ഡേ ലതാ മങ്കേഷ്കർ ജി, ഉറപ്പായിട്ട്, ആശാ ഭോസ്ലെ ജി എന്നൊക്കെ പറയുന്ന പോലെ ഉറപ്പായിട്ടും അപാര സിംഗർ. അപ്പം മോൾ അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും മൈന്യൂട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ യു ഹാവ് ലേൺഡ്. അതിൻ്റെ അത് പാട്ടിൽ സിംഗിങ്ങിൽ റിഫ്ലക്ട് ചെയ്തു. ബാക്കിയൊന്നും പറയാനില്ല മോളെ. കീപ് ഗോയിങ്, ഓൾ ദ ബെസ്റ്റ്. മോളെയും ഇതുപോലെ ടോപ്പ് 5 ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സാർ. മോളെ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. എന്തൊരു ബ്യൂട്ടിഫുൾ വോയിസ് ആണ് കുട്ടിയുടെ. താങ്ക് യു. എന്തൊരു സെർട്ടിലായിട്ടാണ് ആ ഒരു സംഗതികളൊക്കെ പാടിയെടുക്കുന്നത്. എനിക്ക് ഒരേ ഒരു പ്രശ്നമാണ്,
പൂവിൽ വന്ന് വണ്ട് മൂളവേ അങ്ങനെ അങ്ങ് പോയി. അത് എവിടെ പോയി നിൽക്കും എന്റെ ഈശ്വര, ഇടിച്ചു നിർത്തി എന്നുള്ള ആ രീതിയിലാണ്. വണ്ട് ആ വഴിക്കങ്ങ് ആ അത്രയും പോണ്ട മോളെ. അതങ്ങനെ അത്രേ ഉള്ളൂ അത് കേട്ടോ. അതാണ്. പിന്നെ തുണ്ടു പല്ലവിയെ പാടിയത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു, അസലായിരുന്നു ആ സംഗതികളും ഇതെല്ലാം. അവിടെയും ഈ വളവ്, ആ വളവൊന്ന് കുറയ്ക്കാം കേട്ടോ, ഒന്ന് കുറച്ചൊന്ന് പാടാം. അതുപോലെ തന്നെ അതിലോലമാത്മരാഗം അവിടെ മാത്രം ഒന്ന് പാടാം. ആത്മരാഗം അതിലോലമാത്മരാഗം ഒന്നുകൂടി പാടിക്കേ. അതിലോലമാത്മരാഗം. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. എനിവേ ഇറ്റ്സ് ഗുഡ്, സൗണ്ടിങ് ഗുഡ്. ആ അത് ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്ക് തോന്നി. അവിടെ മാത്രം ഈ വളവ് മാത്രം ഉള്ള ഒരു ഇത്. ഒന്ന് പാടി നോക്കിയാൽ നമുക്കത് ഒന്നുകൂടി പിടിക്കാം. അതെ, അതിലോലമാത്മരാഗം. ആ കറക്റ്റ്. ഈ സംഭവം അത് പാടിയപ്പോ അവിടെ ഒരു വന്നില്ല, അതാണ് എഴുതിയത് കേട്ടോ. എന്നാ പിന്നെ ആ വളവും കൂടി ഒന്നൊന്ന് ചെറുതാക്കി ഷോർട്ടൻ ചെയ്ത് പാടാവോ? ആ കണ്ണോരം ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. ഇപ്പോഴും അത്ര ഇല്ല. മൂളവേ. അത്ര മതി. മൂളവേ. ആ അത്രയും മതി കേട്ടോ മോളത്. കാരണം ഒത്തിരി മോക്ക് പണുമ്പോ അവസാനം ഇങ്ങനെ അങ്ങ് ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നു കേട്ടോ. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എം ജയേന്ദ്രൻ ചേട്ടന്റെ ഒരു അസാധ്യ കോമ്പോസിഷൻ ആണത്. അദ്ദേഹം ഇതേ ഒരു രാഗ ബേസില് രാധ മാധവ നടനം, രാധ മാധവ നടനം തനധീം തധീം തധീം ലലലലലലലാ എന്നൊരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. രാഗത്തിലല്ലേ രാരാ പാടിയത്? രാരാ പാടിയത് ഇതിലൊക്കെ അല്ലേ? ഓൾമോസ്റ്റ് ഈ സ്കെയിലാണോ? അല്ലല്ല, രാര വന്ന് ശ്രോതശ്വനിയിലാണ് രാര. ഇത് നമ്മളെ ഒരു ഹംസാനന്ദി. രോഹിണിയല്ല, ഹംസാനന്ദി അല്ല, ഒരു രോഹിണി എന്നൊരു രാഗം ഉണ്ട്. ഇപ്പൊ കുട്ടൻചേട്ടൻ ജാസ്തി ഇതിൽ യൂസ് ചെയ്ത സഗമധ സഗമാമ സഗമാമി അവിടെ അവരോഹണത്തിൽ ഒരു ഋഷഭം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം രോഹിണി ബേസ്ഡ് ഒരു രാഗമാണ്. പിന്നെ ചേച്ചിയുടെ വേറെ കാര്യം അറിയാം, എല്ലാം റെയർ രാഗംസ് അറിയാം. റെയർ രാഗംസിന്റെ ഉസ്താദാണ്. ഒരുപാട് റെയർ രാഗംസ് എന്ന് പറഞ്ഞാൽ നമ്മള് പഠിക്കുന്ന കുറെ രാഗംസ് ഉണ്ട്, കുറെ സ്കെയിൽസ്. ഗണപതി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട്, ഗണപതി ഉണ്ട്. 3 നോട്ട്സേ ഉള്ളൂ. ആർക്കെങ്കിലും അറിയോ? അങ്ങനെ രാഗമുണ്ട്. ഓൺലി 3 നോട്ട്സ്. ഗണപതി ഗം ഗം ഗണപതി ഗം 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 ഗണപതി ഭജേഹം ഗം ഗണപതി ഭജേഹം. അങ്ങനൊരു രാഗം അല്ല ഗുരുജി ബാലമുരളി സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇങ്ങനത്തെ താളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ മോള് അടിപൊളി, സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചി മാർക്സ് അറിയണ്ടേ? ചേച്ചി 9.5. ഷാനിക്ക 9.5. 9.5. ചേട്ടാ എത്ര വേണം? ആത്മാർത്ഥമായിട്ട് പറയൂ, ആഗ്രഹം പറയൂ. ആഗ്രഹമല്ലേ പറയാൻ പറഞ്ഞ ആലംബന പറയാലോ. ഇവൻ അലംബന. ആലംബന പറ. എന്ത് പറഞ്ഞാലും സാധിച്ചു തരുന്നത്. എന്ത് പറഞ്ഞാലും തരും. 10 തരൂ. എടുത്തോളൂ 10. സൂപ്പർ. തീരുമ്പോ മാർക്ക് തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന. അപ്പൊ സൂപ്പർ ആയിട്ട് പാടിയതിനും നല്ല മാർക്സ് വാങ്ങിച്ചതിനും ഒരു ഗിഫ്റ്റ് തരാം. എന്താണ് സർഗ? എന്തോ? അപ്പൊ ഇതുപോലെ തന്നെ പോണം. പ്രോമിസ്? പ്രോമിസ്. ഓക്കെ. നിൽമ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ്.